സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ നാവിൽ നിന്ന് വന്ന പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ അനേകർക്ക് അതൊരു ഊർജമായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഒത്തിരി വാക്കുകൾ പറയാറുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. അതിൽ അവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ പറയുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മഹാനായ സോക്രട്ടീസ് ഒരു ട്രിപ്പിൾ ഫിൽട്ടർ ടെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് എന്ത് പറയുന്നതിന് മുമ്പും 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ പറയുന്ന കാര്യം സത്യമാണോ? മറ്റൊന്ന്, ഞാൻ പറയുന്ന കാര്യം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മൂന്നാമത്തത്, നല്ല കാര്യങ്ങളാണോ ഞാൻ പറയുന്നത്? അപ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാൻ ഇത് പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജിയാണോ നൽകുന്നത്, അതോ നെഗറ്റീവ് എനർജിയാണോ നൽകുന്നത്? ഈശോ തൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാനായിട്ട് അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പം അവസാനം ഇത് കേട്ടിരുന്ന ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യങ്ങളായി മാറാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.